വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബീഫ് ഫ്രൈ റെസിപ്പി ആയിട്ടാണ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവില്ല, ബീഫ് ചില്ലി ഭയങ്കര ടേസ്റ്റോട് കൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു രൂപം തന്നെയാണ് ബീഫ് ചില്ലി. അപ്പോൾ അതിനുണ്ടാക്കാനായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്, ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 3/4 കിലോ ബീഫാണ്. ആ 3/4 കിലോ ബീഫ് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അധികം വേവാൻ പാടില്ല. കട്ട് ചെയ്ത ബീഫിലോട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കഴിയണതും കൈ കൊണ്ട് തന്നെ ഇളക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ബീഫിലോട്ട് നമ്മൾ കുറച്ച് ഫുഡ് കളർ യൂസ് ചെയ്യുന്നുണ്ട്. ഫുഡ് കളർ യൂസ് ചെയ്യുന്നത് നമ്മൾ ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. തീർത്തും ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത ബീഫിലോട്ട് പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി ഫ്ലെക്സ് അതുപോലെ വൈറ്റ് എള്ള് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞു. അതിനുശേഷം നമ്മളൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കുകയാണ്. ഓയിൽ നന്നായിട്ട് ചൂടാവണം. ഒരു ചൂടായതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബീഫ് നമ്മൾ ഇട്ട ഉടനെ തന്നെ എണ്ണയിലോട്ട് ഇട്ട ഉടനെ തന്നെ അപ്പം തന്നെ നമ്മൾ മിക്സ് ചെയ്യരുത്, ഇളക്കി കൊടുക്കരുത്. കാരണം നമ്മൾ അതിൽ ചേർത്തിട്ടുള്ള ആ ഒരു മസാല കൂട്ട് ഒന്നായിട്ട് എണ്ണയിൽ സുളവ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയതിനു ശേഷം മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ മിക്സ് ചെയ്ത് പെട്ടെന്ന് തന്നെ നമ്മളത് ക്രിസ്പി ആയിട്ട് കിട്ടുന്നുണ്ട്. നന്നായിട്ട് ക്രിസ്പി ആയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമ്മൾ കോരിയെടുക്കുകയാണ്. കോരിയെടുത്തിട്ട് നമ്മൾ ഒരു വാഴയില വാട്ടി വെച്ചിട്ടുള്ള, അതായത് നമ്മൾ ഒരു വാഴയിലോട്ടാണ് നമ്മൾ ഈ ഫ്രൈ ചെയ്തിട്ടുള്ള ബീഫ് ഇടുന്നത്. ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പൊറോട്ടക്കും ചപ്പാത്തിക്കൊക്കെ കൂടെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി കിടുക്കാച്ചി ബീഫ് ഫ്രൈ ആണ് ഇന്ന് നമ്മളിവിടെ നിങ്ങളെ മുമ്പിൽ കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ ഗുഡ് ബൈ.